ഞാൻ പാണലല്ല, ഞാൻ പുലയനല്ല, ഞാൻ മറ്റേതല്ല മറിച്ചതല്ല എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കറുപ്പാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇങ്ങനെയൊക്കെയാണല്ലോ നീ വന്ന് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു എന്ന്. ആ സ്ത്രീ പറയണതിൽ വേണച്ച നുണ ഉണ്ടാവാം, സത്യം ഉണ്ടാവാം. അങ്ങനെ നുണയാണെങ്കിൽ പണ്ട് നിവിൻ പോളി ചെയ്ത പോലെ വേഗം പ്രസ് മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് സത്യമായിട്ടുള്ളത് പറയണം. കാരണം നിവിൻ പോളിക്കെതിരെ ഇതുപോലെ ഒരു പീഡനാരോപണ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വിനീത് ശ്രീനിവാസനും വേറൊരു നായികയല്ല നിവിൻ പോളിയെ ിച്ചു. രണ്ടുപേരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാറ്റ് ചെയ്യാനും തുടങ്ങി, കോൾ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് വേടൻ ചോദിച്ചു. ആ ഡോക്ടർ വന്നോളാൻ പറഞ്ഞു. അവൻ ഒരു കിസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആ ഡോക്ടർ അതിന് സമ്മതിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണമല്ലോ, അതിന് ആ ഡോക്ടർ സമ്മതിച്ചില്ല. അതിന് നമ്മുടെ വേടൻ പറഞ്ഞ ഡയലോഗാണ്, അതെന്താ നിന്റെ ശരീരം വെളിച്ചത്തിൽ എനിക്ക് കാണിച്ചു തരാൻ നിനക്ക് ആത്മവിശ്വാസം ഇല്ലേ എന്നുള്ളത്. ഇതൊരു സൈക്കോളജി മാനിപ്പുലേഷൻ ആണ്. ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ജലസും ദേഷ്യവും വരും. എനിക്ക് ഇത് നിന്റെ മുന്നിൽ തെളിയിക്കണം എന്നുള്ള ഒരു വ്യഗ്രത എന്തായാലും വരും. ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു, രക്തമൊക്കെ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. എന്നിട്ടും ആ റിലേഷൻഷിപ്പ് അവര് വീണ്ടും കൊണ്ടുപോയി. അതുമാത്രമല്ല, ആ ഡോക്ടറിന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഡോക്ടറിന്റെ ഫ്രണ്ടിനെ വേടൻ കാണുന്നു, അവളെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള ആഗ്രഹം ഡോക്ടറിന്റെ അടുത്ത് പറയണു. അതിന് ഒത്താശ ഈ ഡോക്ടർ നിന്നിരിക്കുന്നു.